ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം നമുക്ക് അത്ഭുത വിടുതൽ നൽകും, അത്ഭുതകരമായിട്ട് നമ്മളെ സൗഖ്യമാക്കും. യേശുവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. സക്കറിയ 13:1. സക്കറിയ 13:1. നിങ്ങളൊന്ന് വായിച്ചേ ആ വചനം. വായിക്കുന്നു, ഒച്ചത്തി വായിക്കുക. ഉണ്ടോ? പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും. പാപത്തിൽ നിന്ന്, എല്ലാ പാപത്തിൻ്റെ കറകളിൽ നിന്നും, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കറകൾ, അശുദ്ധി, നമ്മൾ ചെയ്ത ലൈംഗിക പാപങ്ങൾ, മ്ലേച്ഛതകൾ, അതിൻ്റെ അശുദ്ധി, നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കറകൾ, ലൈംഗികതയിൽ ചെയ്ത അശുദ്ധിയുടെ ഒരു മ്ലേച്ഛതകൾ എല്ലാം കഴുകി വിശുദ്ധീകരിക്കും. ആര്? ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. അന്ന് എന്ന് അത് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന്റെ ദിവസം, ആ ദുഃഖ വെള്ളിയാഴ്ച അവൻ കുരിശു തറക്കപ്പെട്ടു. അവന്റെ ശരീരത്തിലേറ്റ ഓരോ മുറിവും ഓരോ ഉറവയാ, ജീവന്റെ ഉറവയാ. അവന്റെ ശരീരത്തിലെ ഓരോ മുറിപ്പാടിലൂടെയും ഒഴുകിയ രക്തം, അവന്റെ ശരീരത്തിലെ ഓരോ മുറിവും ഓരോ ഉറവയാ, രക്തമൊഴുകിയ. തലയിലേക്ക് മുൾമുടി അടിച്ചു, ആ മുറിപ്പാടിലൂടെ ഓരോ ഉറവ പോലെ ഇങ്ങനെ രക്തമൊഴുകിയ. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിലെ ഓരോ മുറിവും ഉറവയായിട്ട് മാറുക. ആ ഉറവയിലൂടെ ഒഴുകുന്ന ആ രക്തം പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നിന്നെ കഴുകി വിശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തമാണ് പാപത്തിൻ്റെ കറ കഴുകുന്നത്. യേശുവിൻ്റെ രക്തമാണ് എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമേറ്റ് യേശുവിൻ്റെ രക്തത്തെ വിളിച്ചൊന്ന് സ്തുതിച്ചേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം. സക്കറിയ 9:11. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം. ഉണ്ടോ? പുതിയ നിയമത്തിൽ യേശു രക്തത്തിൻ്റെ ഉടമ്പടി നമ്മളോട് ചെയ്തിരിക്കുകയാണ്. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം. അവചനം ശ്രദ്ധിച്ചേ. നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം, അത് യേശുവിൻ്റെ രക്തമാണ്. നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി, അത് പുതിയ നിയമത്തിലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. ആ രക്തത്തിൻ്റെ ഉടമ്പടി നിമിത്തം പ്രവാസികളായ ഞാൻ നിങ്ങളെ ജലരഹിതമായ കുഴിയിൽ നിന്ന്, അതായത് പൊട്ടക്കിണറ്റിൽ നിന്ന്, ജലരഹിതമായ ജലമില്ലാത്ത കിണറ്റിൽ നിന്ന് സ്വതന്ത്രരാക്കും. നീ അകപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള്, പൊട്ടക്കിണറുകള് എവിടെയും ആവട്ടെ, അവിടെ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. കരമടിച്ച് സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ? വചനം നോക്കിയേ. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം. ആ ഉടമ്പടിയുടെ രക്തം സകല പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, പൊട്ടക്കിണറ്റിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരും, നിന്നെ സ്വതന്ത്രമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് പാപമോചനം
നൽകുന്നത്, വിശുദ്ധീകരിക്കുന്നത്. കൊളോസോസ് ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു. കൊളോസോസ് 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. അന്ധകാരത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യം. സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അടുത്ത വചനം 14-15. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവനിലാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും ഈ ഭൂമിയിലേക്ക് യേശു മനുഷ്യനായിട്ട് വന്ന് വചനമായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ്. അവൾ അദൃശ്യനായ ദൈവത്തെ മനുഷ്യരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് മാനവരാശി ദൈവത്തെ, യഥാർത്ഥ സത്യ ദൈവത്തെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ, യേശുക്രിസ്തുവിലൂടെയാണ് പാപമോചനം, യേശുക്രിസ്തുവിലൂടെയാണ് ശുദ്ധീകരണം, യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ യേശു മോചിപ്പിച്ചത് അവൻ്റെ തിരു രക്തത്താലാണ്. ഹല്ലേലൂയ. കരമടിച്ച് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തിയടിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്തു. ആ പാപം ചെയ്ത മാതാപിതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉൽപ്പത്തിയിലേക്ക് വരുമ്പോൾ അവർ പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം. ഉൽപ്പത്തി 3:21. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അവരെ പിന്നീട് പർദീസയ്ക്ക് പുറത്താക്കി. അതിനു മുമ്പുള്ള കാര്യമാണ്. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഇപ്പം തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി. ഇത് എന്തിൻ്റെ തോലായിരിക്കും? തോലുകൊണ്ട് ദൈവം ഉടയാട ഉണ്ടാക്കണമെങ്കിൽ തോല് വേണമല്ലോ. ഉടയാട ഉണ്ടാക്കി ആദത്തെയും ഹവ്വായും ധരിപ്പിച്ചു. നമുക്ക് മനസ്സിലാക്കാം, ഒരു ബലി നടന്നിട്ടുണ്ട്. ഒരു ബലി അവിടെ നടന്നിട്ടുണ്ട്. ഉടയാട ഉണ്ടാക്കണമെങ്കിൽ ഒരു കുഞ്ഞാടിൻ്റെ ബലി, ഒരു ആടിൻ്റെ ബലി നടന്നിട്ടുണ്ട്. തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി. അത് ഈ ബലി നടത്തിയത് ആരായിരിക്കും? പിതാവായ ദൈവമായിരിക്കും. ഒരു തോല് കിട്ടണമല്ലോ. ഈ ഒരു ബലി ഉറപ്പായിട്ടും ഒരു കുഞ്ഞാടിൻ്റെ ബലി അവിടെ തന്നിട്ടുണ്ട്. തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെ ഹവ്വായെ ധരിപ്പിച്ചു. അപ്പം നിശ്ചയമായിട്ടും ഈ തോലിൽ ബ്ലഡ് ഉണ്ടായിരിക്കും. ഒരു മൃഗത്തിൻ്റെ തോലാണ്, അതിൽ ഉറപ്പായിട്ട് ബ്ലഡ് ഉണ്ട്. അപ്പോൾ ഇതിന് വലിയ ഒരു സൂചനയുണ്ട് ഇവിടെ. തോലുകൊണ്ട് ഉടയുണ്ടാക്കി അത് അവരുടെ നഗ്നതയെ പുതിയാണ്. അവർ പാപം ചെയ്തപ്പോൾ അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പർദീസായ്ക്ക് പുറത്താക്കപ്പെടുന്നതിന് മുൻപ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി അവരെ പൊതിഞ്ഞു. ഇനി നമ്മൾ വായിക്കുന്നുണ്ട് 4-ാം അധ്യായത്തിൽ 34 ആദത്തിന് ഹവ്വയുടെ മക്കളായ കായനും ആബേലും ബലിയർപ്പിച്ചു. ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു, കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. എന്താ കാര്യം? എന്താ? ആബേല്
ബലി അർപ്പിച്ചത് അവിടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു കുഞ്ഞാടിൻ്റെ മാംസവും അതിൻ്റെ നെയ്യുടെ ഭാഗവും ഒക്കെയാണ് അവിടെ ബലിയർപ്പിച്ചത്. കായൻ ബലിയർപ്പിച്ചതോ എന്താ ബലിയർപ്പിച്ചത്? കൃഷി വിഭവങ്ങളാണ്. ഉണ്ട്, അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം കാഴ്ചയർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞിൽ കുഞ്ഞുങ്ങളെടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. അടുത്തതിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞുൽ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് അതിനെ കൊന്നു. അതിൻ്റെ കൊഴുപ്പുള്ള ഭാഗമാണ് ദൈവത്തിന് സമർപ്പിച്ചത്. അവിടെയും ഒരു ആട്ടിൻകുഞ്ഞിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുന്ന ക്രിസ്തുവിനെയാണ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അല്ല, ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കാനുള്ള കാര്യം ഇതാണ്. ആ കുഞ്ഞാടിൻ്റെ ശരിക്കും ചിന്തപ്പെട്ട രക്തം, ആ കുഞ്ഞാട്, അതാണ് കായൻ്റെ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത്. കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗമാണ് വെച്ചത്. അത് ദൈവത്തിന് പ്രീതികരമായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയിൽ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു, ആദിമാതാപിതാക്കൾ ദൈവം തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ധരിപ്പിച്ചു. അപ്പം ഒരു ബലി നടന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു രക്തത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കരമുയർത്തി യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരിക. 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനം, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനം, അവരെ മോചിപ്പിക്കുവാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്തു. അവിടെ വചനഭാഗത്ത് പറയുന്നുണ്ട് 6 ലക്ഷം പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, വലിയ ഒരു ജനാവലി, ഏകദേശം 35 ലക്ഷം പേരുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അവരെ ഈജിപ്തിൽ നിന്ന്, ഈജിപ്തുകാരുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കായിട്ട് മോശയെ ദൈവം മുന്നിൽ നിർത്തി ഉപയോഗിക്കാൻ പോവുകയാണ്. മോശയിലൂടെ ആ ജനത്തെ ദൈവം വിടുവിക്കുകയാണ്, അവരെ മോചിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പെസഹ ആചരിക്കുവാനായിട്ട് മോശയിലൂടെ ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. പുറപ്പാട് 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും അരുളിച്ചെയ്തു, ഈ മാസം ഞങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതില്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കുചേർക്കട്ടെ. അയൽ കുടുംബത്തെയും പങ്കുചേർക്കാം. അതായത് കൊല്ലുന്ന ആടിൻ്റെ മാംസം അവരെല്ലാവരും ഭക്ഷിച്ചിരിക്കണം, മിച്ചം വരുത്തുവാൻ പാടില്ല. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മര ആടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാട് ആയിരിക്കണം. അത് നിർബന്ധമാണ്. ഊനമറ്റത്, കുറവുകൾ ഒന്നുമില്ലാത്തത്, വൈകല്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു മുട്ടാട് ആയിരിക്കണം. 1 വയസ്സ് പ്രായമുള്ള ഊനമറ്റ ഒരു മുട്ടാട്, ഊനമറ്റ മുട്ടാട്, കുറവുകളില്ലാത്ത മുട്ടാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ
യേശുവിനെ ചൂണ്ടിപ്പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഊനമറ്റ കുഞ്ഞാട്, ഒരു കുറവുകളുമില്ലാത്ത കുഞ്ഞാട്, പാപത്തിൻ്റെ കറയില്ലാത്ത കുഞ്ഞാട്, പരിശുദ്ധ രക്തത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അത് യേശുവാണ്. ഇതെല്ലാം സൂചനകളാണ്. ഈ മാസം 14 ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിലക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. കതകിൻ്റെ കട്ടിലപ്പടിയിലും മേൽപ്പടിയിൽ സൈഡിലെ പടിയിലും ആ രക്തം പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പം ചുട്ട് കയ്പുള്ള ഇലകൾ കൂട്ടി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗമടക്കം ചുട്ടു ഭക്ഷിക്കണം. ഹല്ലേലൂയ. ചുട്ടു ഭക്ഷിക്കുവാനാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത് പറയുകയാണ്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. അരമുറുക്കി വടി കൈലേന്തി ചെരുപ്പുകൾ അണിഞ്ഞ് തിടുക്കത്തിൽ ഭക്ഷിക്കണം. വേഗം ഭക്ഷിക്കണം. ഒരുക്കം വേണം. അരമുറുക്കി ചെരുപ്പണിഞ്ഞ് വടി കയ്യിൽ പിടിച്ച് തിടുക്കത്തിൽ ഭക്ഷിക്കണം. അത് കർത്താവിൻ്റെ പെസഹയാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ, പാസ് ഓവർ, കടന്നു പോകൽ എന്നാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിലയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയാണ്. ഹല്ലേലൂയ. പെസഹ ആചരണത്തെക്കുറിച്ച് മോശയിലൂടെ ആ ജനത്തിന് ഒരു വ്യക്തമായ നിർദ്ദേശം ദൈവമായ കർത്താവ് നൽകി. ഹല്ലേലൂയ. അവര് ശരിക്ക് ഒരുങ്ങി പെസഹ ഭക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തി. ആദ്യത്തെ പെസഹയെക്കുറിച്ച് അതേ അധ്യായത്തിൽ പറയുന്ന പുറപ്പാട് 12-ാം അധ്യായത്തിൽ 21 മുതലുള്ള താഴോട്ടുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാം. അവര് കുടുംബങ്ങളില് ഊനമറ്റ മുട്ടാടിനെ കൊന്ന് അത് കറി വെക്കാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ചുട്ടെടുക്കണം. ചുട്ടെടുത്ത് ഭക്ഷിക്കണം. കൊല്ലുന്ന ഈ മുട്ടാടിന്റെ രക്തം കട്ടിളക്കാലുകളിൽ പുരട്ടണം. അവര് അതൊക്കെ ചെയ്തു. അവര് പെസഹ ഭക്ഷിക്കുമ്പോൾ ആ രാത്രി ഈജിപ്തിനെ ശിക്ഷിക്കുവാൻ സംഹാരദൂതൻ കടന്നു വരികയാണ്. സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകുക. സംഹാരദൂതൻ ഈജിപ്തുകാരുടെ വീട്ടിലെ ആദ്യജാതരെ കൊന്നു. ഈജിപ്തുകാരുടെ മൃഗങ്ങളിൽ കടിഞ്ഞൂലുകളെ കൊന്നുകളഞ്ഞു. ഈജിപ്തിൽ വലിയ ഒരു കൂട്ട നിലവിളി ഉയരുകയാണ്. ഇസ്രായേൽക്കാരപ്പോൾ എന്ത് ചെയ്യാണ്? അവര് പെസഹ ഭക്ഷിക്കുകയാണ്. ഈ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഈജിപ്തുകാരുടെ രക്തം പുരട്ടിയ കട്ടിളപ്പടിയുള്ള ഒറ്റ വീട്ടിലും ഈ സംഹാരദൂതൻ പ്രവേശിച്ചില്ല. സംഹാരദൂതൻ ഈ രക്തം കാണുമ്പോൾ പിൻപോട്ട് മാറുകയാണ്. കാരണം ഈ രക്തം ആ കുടുംബത്തിലുള്ളവർക്കുള്ള ശക്തമായ ദൈവിക സംരക്ഷണത്തിന്റെ അടയാളമാണ്. കർത്താവിന്റെ ശക്തമായ സംരക്ഷണം നൽകുന്നത് യേശുവിന്റെ രക്തമാണ്. പൈശാചിക ശക്തികളിൽ നിന്ന്, ദുഷ്ടരൂപികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധമായ
തിരുരക്തമാണ്. ഹോളി ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പരിശുദ്ധ രക്തം. സാത്താനിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. സംഹാരദൂതൻ ഒറ്റ വീട്ടിലേക്ക് കയറിയില്ല. ഈ ബ്ലഡ് എവിടെ പുരട്ടിയിരുന്നോ അവിടെ കയറാതെ സംഹാരദൂതൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു തിന്മയുടെ ശക്തികളും നമ്മളെ തൊടത്തില്ല. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവേ എന്നെ അങ്ങയുടെ രക്തത്താൽ മുദ്രയിടണം, അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ പൊതിയണം, എൻ്റെ കുടുംബത്തെ പൊതിയണം, എൻ്റെ സ്ഥലം, വാഹനങ്ങൾ, വസ്തുവകൾ, വീട് എല്ലാം അങ്ങയുടെ രക്തത്താൽ പൊതിയണം, ദുഷ്ടാരൂപിൽ നിന്ന് കാത്തുകൊള്ളണം. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേ. യേശു തൻ്റെ രക്തത്താൽ മുദ്രയിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കും. യേശുവിൻ്റെ രക്തമാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. യേശുവിൻ്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുകയാണ്, സംരക്ഷണം നൽകുകയാണ്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.